അപ്പോൾ ഡ്രെയിനേജ് ഇന്റർവെൻഷനും അരബിൾ ലാൻഡ് ഇന്റർവെൻഷനും എങ്ങനെ മാർക്ക് ചെയ്യും നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഡ്രെയിൻസിന്റെ ഫയൽ ആഡ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങളുടെ വാട്ടർഷെഡ് ബൗണ്ടറിയുടെ ഏരിയ ക്ലിപ്പ് ചെയ്തെടുക്കുക. ഇത്ര ഏരിയ മാത്രം ക്ലിപ്പ് ചെയ്യുക. ക്ലിപ്പ് ചെയ്യാൻ അറിയാലോ, വെക്ടർ മെനുവിൽ പോയിട്ട് ജിയോ പ്രോസസ്സിംഗ് ടൂൾസ് ക്ലിപ്പ് എടുക്കുക. ഇൻപുട്ട് ലെയർ ഫുൾ ഡ്രെയിൻസ്, പഞ്ചായത്തിന്റെ ഡ്രെയിൻസ് ഇവിടെ കൊടുക്കുക, ആഡ് ചെയ്യുക. അതിലേക്ക് നിങ്ങളുടെ വാട്ടർഷെഡ് ബൗണ്ടറി ഓവർലേ ലെയർ ആയിട്ട് കൊടുക്കുക. നിങ്ങളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് സേവ് ചെയ്യുക. ക്ലിപ്പ് ചെയ്യുന്നില്ല, അതിനകത്തേക്ക് സേവ് ചെയ്യാം. റൺ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടത്തെ മാത്രം ഡ്രെയിൻസ് കിട്ടും. അപ്പോൾ അതിനുശേഷം ഇതിനെ ഓഫ് ചെയ്തിട്ട് നമ്മൾ സ്ലോപ്പ് ആഡ് ചെയ്ത് ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമ്മുടെ ഏരിയയിലെ ഏതൊക്കെ സ്ലോപ്പിലൂടെയാണ് ഇത് ഡ്രെയിൻ ചെയ്യുന്നത്? സ്റ്റീപ്പ് സ്ലോപ്പ് ആണോ, ലെവലായിട്ടുള്ള ലാൻഡിലൂടെയാണോ ഇത് ഫ്ലോ ചെയ്യുന്നത്, മോഡറേറ്റ്ലി സ്ലോപ്പിംഗ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലോപ്പിന്റെ ഡേറ്റ ഒന്ന് ക്ലിപ്പ് ചെയ്തതായാലും മതി, ഫുള്ളായാലും മതി, പ്രശ്നമൊന്നുമില്ല. നമുക്കിവിടെ കാണണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഏരിയയിൽ ഡ്രെയിൻ എങ്ങനത്തെ ടെറൈനിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് അറിയണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഗ്രീൻ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് 15 to 35% സ്ലോപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ 15 to 35% എന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ഈ യെല്ലോ കളറിന് 5 to 10% മോഡറേറ്റ്ലി സ്ലോപ്പിംഗ് ലാൻഡിൽ നിന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത 10 to 15%, ഈ ഒരു വയലറ്റ് ലൈലാക്ക് കളർ എന്ന് പറഞ്ഞാൽ 10 to 15% സ്ലോപ്പിലൂടെയാണ് പിന്നെ ഒഴുകുന്നത്. പിന്നെ വന്നിട്ട് അത് 0 to 3% ലെവൽ ആയിട്ടുള്ള ലാൻഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ലെവൽ ലാൻഡിൽ നിങ്ങൾ ഇന്റർവെൻഷൻ പറയേണ്ട. അതുപോലെ തന്നെ എബോവ് 35% സ്ലോപ്പിലും ഇന്റർവെൻഷൻ പറയണമെന്നില്ല. ലെവൽ ലാൻഡിൽ വാട്ടർ പെട്ടെന്ന് ഫ്ലോ ചെയ്ത് പോവില്ലല്ലോ, അതുകൊണ്ട് അവിടെയും ഇന്റർവെൻഷൻ വേണ്ട. പിന്നെ എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വാട്ടർ ഒന്ന് സ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവെൻഷൻ പറയാതെ നിങ്ങൾ ആ ഏരിയ കണ്ടതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ ആവശ്യം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അല്ലാതെ നമ്മൾ പറയുമ്പോൾ 0 to 3 നിങ്ങൾ ഡ്രെയിനേജിൽ ഇന്റർവെൻഷൻ എടുക്കണ്ട. ഇവിടെ സ്റ്റീപ്പ് സ്ലോപ്പ് ഏരിയ ഇത്രയേ ഉള്ളൂ. അവിടെയും ഡ്രെയിൻ ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ഡ്രെയിൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, അവിടെ വാട്ടർ കൺസർവേഷൻ മെഷീൻസ് ഒന്നും എടുക്കാൻ പാടില്ല. എബോവ് 35% സ്ലോപ്പിൽ വാട്ടർ കൺസർവേഷൻ മെഷീൻസ് പാടില്ല. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 15 to 35% സ്ലോപ്പിലാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡറോ സെക്കൻഡ് ഓർഡറോ ഡ്രെയിൻ 15 to 35% സ്ലോപ്പിലൂടെ ആണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്ന സ്ട്രക്ചർ ഗള്ളി പ്ലഗിങ് ആണ്. ഗള്ളി പ്ലഗിങ് ആണ് 15 to 35% സ്ലോപ്പിൽ കൊടുക്കേണ്ട വാട്ടർ കൺസർവേഷൻ മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 15 മീറ്റർ ഇന്റർവെല്ലിൽ കൊടുത്താൽ മതിയാകും. 10-15 മീറ്ററിലേക്ക് കൊടുക്കാം. അപ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് 15 to 35% സ്ലോപ്പിൽ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഡ്രെയിൻ കാണുകയാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഗള്ളി പ്ലഗിങ് ആണ്. അടുത്ത് 10 to 15% സ്ലോപ്പിൽ നമുക്ക് ഗാബിയോൺസ് പറയാം. 10 to 15% സ്ലോപ്പ്. അപ്പോൾ 10 to 15% സ്ലോപ്പിൽ ഇത് ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ 10 to 15% സ്ലോപ്പിലാണ് ഇത് ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ കളർ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ 10 to 15% കൊടുക്കേണ്ടത് ഗാബിയോൺസ് ആണ്. അതുപോലെ 3 to 10% കൊടുക്കേണ്ടത് 3 to 5 ഉണ്ട്, 5 to 10 ഉണ്ട്. ഇത് രണ്ട് വന്നാലും ഇതിൽ രണ്ടിലും കൊടുക്കേണ്ടത് ബ്രഷ്വുഡ് ചെക്ക് ഡാംസോ അല്ലെങ്കിൽ ഗാബിയോൺസോ കൊടുക്കാം. സ്റ്റോൺ ഈസിലി അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഗാബിയോൺസ് ആയാലും കൊടുക്കാം. അപ്പോൾ അത്രയാണ് ഡ്രെയിനേജ് ലൈൻ. നമുക്ക് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് ഇത്രേ പറ്റുള്ളൂ. കാരണം ഇവിടെ ചെറിയ ഡ്രെയിൻസ് മാത്രമേ ഉള്ളൂ. എണ്ണം ഒരുപാടുണ്ടെങ്കിലും ഡ്രെയിൻ ഓർഡർ നോക്കുമ്പോൾ അറിയാം 3rd ഓർഡർ വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ബ്രഷ്വുഡ് ചെക്ക് ഡാംസും ഗാബിയോൺസും ഗള്ളി പ്ലഗിങ്ങും മാത്രം മതിയാകും. അപ്പോൾ ഇത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുകിൽ
മൂന്ന് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മൂന്ന് ഫയൽ എന്ന് പറയുമ്പോൾ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ലെഫ്റ്റ് സൈഡ് വെർട്ടിക്കൽ ടൂൾ ബാറിൽ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ താഴോട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫോൾഡറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗള്ളി പ്ലഗിങ് എന്ന് ആദ്യം ഒരു ഫയൽ ഗള്ളി പ്ലഗിങ് എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഗള്ളി പ്ലഗിങ് സേവ് എന്തായിട്ട് കൊടുക്കണം, പോയിന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് ജിയോമെട്രി പോയിന്റ് എടുക്കണം. നെയിം പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട, കാരണം നമ്മൾ ഓരോ നെയിമിലാണ് ഓരോ ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് നെയിമൊന്നും വേണ്ട, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഗള്ളി പ്ലഗിങ് എവിടെയാണ് കൊടുക്കേണ്ടത്? 15 to 35% സ്ലോപ്പിൽ. അപ്പോൾ നമുക്ക് ഇവിടെ 15 to 35% സ്ലോപ്പിലൂടെ ഇത് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗള്ളി പ്ലഗിങ് ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ സെലക്ട് ചെയ്ത് ടോഗിൾ എഡിറ്റിംഗ് കൊടുക്കുന്നു. ഇവിടെ 3 ഡോട്ട്സ് വരുന്നുണ്ട്. അതിനെ ക്ലിക്ക് ചെയ്ത് ഒരു പോയിന്റ് നമ്മൾ ഇവിടെ ഫസ്റ്റ് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ എന്ത് കാണാത്തെന്ന് ചോദിച്ചാൽ ഇത് ഒരു സോളിഡ് ലെയറിന്റെ ഫിൽ കളറിന്റെ അടിയിൽ വന്നതുകൊണ്ടാണ്. നമുക്കതിനെ മുകളിൽ വയ്ക്കാം. അപ്പോൾ അത് കാണാൻ പറ്റി. ഇനി ഒരു 15 മീറ്റർ 10 മീറ്റർ നീക്കി വയ്ക്കും. 10 മീറ്റർ അപ്പാർട്ടാണ് നമുക്കത് വരേണ്ടത്. അപ്പോൾ എങ്ങനെ ഡിസ്റ്റൻസ് 10 മീറ്റർ അറിയാൻ പറ്റും? ഏതെങ്കിലും ഒരു സൂമിൽ വെച്ചതിന് ശേഷം ഇവിടെ മെഷർ ചെയ്യാൻ ഒരു സ്കെയിൽ ഉണ്ട് മുകളിൽ. ആ സിഗ്മ സിമ്പിളിൻ്റെ അപ്പുറത്ത് റൈറ്റിലോട്ട് കാണും. അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ നമ്മളിപ്പോൾ കൊടുത്ത പോയിന്റിൽ നിന്ന് ഇത് മൂവ് ചെയ്യുമ്പോൾ എത്ര മീറ്റർ എന്ന് അവിടെ കാണിക്കും. നമുക്ക് ഒരു 15 മീറ്റർ അകലത്തിൽ ഒരു പോയിന്റ് എന്ന് കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് വെക്കുക. അപ്പോഴായിരിക്കും നമുക്ക് സൗകര്യം തോന്നുന്നു. ഞാൻ ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ എടുക്കാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് 15 മീറ്റർ വയ്ക്കാവേ, അല്ല നമുക്ക് പാടാണ് തോന്നുന്നു. അപ്പോൾ ഒരു 15 മീറ്ററിൽ കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ വരുമ്പോൾ ഒരു 15 മീറ്റർ ആണ്. അപ്പോൾ വീണ്ടും ഈ പോയിന്റിലെ സെലക്ഷൻ വച്ചിട്ട് ഈ ടൂൾ ആക്റ്റീവ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളൊരു 3 ഗള്ളി അവിടെ ഗള്ളി പ്ലഗിങ് വെച്ചു. ഇവിടെ വേണമെങ്കിലും ഒന്ന് വയ്ക്കാം. പിന്നെ ഇനി ഇവിടെ ഒരു സ്റ്റീപ്നെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ ഒരു ഗള്ളി വെച്ചു. ഇനി ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെയും ഞാൻ സൂം ചെയ്യുമ്പോൾ സ്കെയിൽ മാറി. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കാം ഒരു 15 മീറ്റർ എത്രയാണെന്ന്. ഇത്രയും ചെറുത് തന്നെ ക്ലോസ് ചെയ്തിട്ട് ഈ ടൂൾ എടുത്ത് ഇവിടെയും അതേ ഡിസ്റ്റൻസിൽ കൊടുക്കുന്നു. എന്താ കാര്യം എന്താണ്? ഇത് മോഡറേറ്റ്ലി സ്റ്റീപ്പ് സ്ലോപ്പിംഗ് ഏരിയ ആയതുകൊണ്ടാണ് ഇറോഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഗള്ളി പ്ലഗിങ് നമ്മൾ കൊടുത്തത്. ഇനി വേറെ അങ്ങനെ 15 to 35% സ്ലോപ്പിൽ വേറെ ഇല്ല. ഇനി എന്താണ് ഈ സ്ലോപ്പിൽ എന്ത് കൊടുക്കണം? 10 to 15% സ്ലോപ്പാണ്. അവിടെ നമുക്ക് ഗാബിയോൺസ് കൊടുക്കാം. അപ്പോൾ ഗാബിയോൺസിന് വേണ്ടി ഒരു ഫയലൂടെ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ നെയിം ഗാബിയോൺസ് സേവ് പോയിന്റ്. അതിൻ്റെ ഗാബിയോൺ എന്ന് തന്നെ പേരായതുകൊണ്ട് നമ്മൾ വേറെ ഫീൽഡ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ കൊടുത്തു. അപ്പോൾ അതും ഒരു 15 മീറ്ററിൽ തന്നെ കൊടുക്കാം. ഗാബിയോണിനെ എഡിറ്റിംഗ് മോഡിലേക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഗാബിയോൺസ് ഇതിലൊരു 15 മീറ്റർ ഇൻ്റർവെല്ലിൽ ഇവിൻ്റെ വരുമ്പം ഒരു കൈ കൊണ്ട് എൻ്റർ ചെയ്താലും മതി, അതങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഗാബിയോൺസ് ഇവിടെയും വേണം.
ഗാബിയോൺസ് ആയി ഇവിടെ ഉണ്ടല്ലേ. സ്റ്റീപ്നെസ് കൂടുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല സ്റ്റീപ്നെസ് ഉണ്ടെങ്കിൽ ഗള്ളിയും, ഇത് നമ്മൾ ഗാബിയോൺസ് ആണ് കൊടുത്തത്. ഇനി ഇവിടെയും ഉണ്ട്. ഏതോ അടുത്തടുത്ത് 2 പോയിന്റ് വീണ് പോയി, ഞാൻ അതുകൊണ്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഗാബിയോൺസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് വുഡ് കൊടുക്കാൻ പറ്റിയ ഏരിയ എന്ന് പറയുന്നത് 3 to 10% സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് കളറാണ് നോക്കാം, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്ന കളർ ഏതാണ്. സ്ലൈഡ് സ്ലോപ്പും മോഡലിറ്റി സ്ലോപ്പിങ്ങും ആണ്. ഈ കളറും യെല്ലോ കളറാണ്. യെല്ലോ കളറിൽ നമുക്ക് ഇവിടെ അപ്പോൾ ബ്രഷ് വുഡ് കൊടുക്കാൻ പറ്റിയ ഏരിയ ഉണ്ട്. അപ്പോൾ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, ബ്രഷ് വുഡ് ചെക്ക്ഡ. സേവ് കൊടുക്കുന്നു, ജോമെട്രി പോയിന്റ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിനെ സ്റ്റാർട്ട് എഡിറ്റിംഗ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റീപ്നെസ് കുറഞ്ഞെടുത്ത് നമ്മളൊരു ബ്രഷ് വുഡ് അവിടെ കൊടുത്തു. ഇവിടെയും ഒരു 2 ബ്രഷ് വുഡ് എന്ന് പറയുമ്പോൾ 10 മീറ്റർ ഇന്റർവെല്ലോ 15 or 20 നമ്മൾ ബ്രഷ് വുഡ് ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതിലെ ഡ്രെയിനേജ് ഇന്റർവെൻഷൻ ആയി. ഇത് ഇവിടെ വേണ്ട, അവിടെ ലെവൽ അല്ലെങ്കിൽ ജെന്റിൽ ലാൻഡാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് നമ്മളവിടെ ഇന്റർവെൻഷൻ കൊടുത്തില്ല. മനസ്സിലായല്ലോ ഇത് കൊടുക്കാൻ. ഇനി ഇതിന്റെ മാപ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്ലോപ്പിന്റെ ലെയർ വേണ്ട. അതേസമയം കഡസ്ട്രി ക്ലിക്ക് ചെയ്ത് നിങ്ങളൊന്ന് ആഡ് ചെയ്തിരിക്കുക, സർവേ നമ്പറൂടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും സർവേ നമ്പർ 339 അല്ലെങ്കിൽ 331 എത്ര. സേവ് കൊടുക്കട്ടെ, എല്ലാ ലെയറും ഞാനൊന്ന് സേവ് ചെയ്യട്ടെ. സ്റ്റോപ്പ് എഡിറ്റ് കൂടെ കൊടുക്കാം, സിമ്പിളിന്റെ കളർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രഷ് വുഡിന് വേറൊരു സിമ്പിൾ വയ്ക്കാം. പെട്ടെന്നറിയാലോ. ഗാബിയോൺസിന് ഗള്ളി പ്ലഗിങ്, കളറൂടെ മാറ്റാം, എല്ലാം റെഡ് ആയിപ്പോയി. ഗ്രീൻ എടുക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്നറിയാം സർവേ നമ്പർ 331 2 ഗള്ളി പ്ലഗിങ്, ഈ ഗാബിയോൺസ് പിന്നെ 360 കുറെ എണ്ണം ചെയ്യാം, 365 ബ്രഷ് വുഡ് ചെക്ക് ഡാംസ്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിൾ മാറ്റി കൊടുക്കുമോ, കഡസ്ട്രിയിലെ സർവേ നമ്പർ കാണിക്കുക. ഇനി റോഡ് നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, റോഡിന്റെ ലെയർ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലേസ് റോഡ് അവിടെ എങ്ങനെ റീച്ച് ചെയ്യാമെന്ന് അറിയാൻ പറ്റും. റെഡ് കളർ കൊടുക്കുക, അല്പം തിക്നെസ് കൂട്ടി കൊടുക്കുക. നിങ്ങളുടെ ഏരിയയുടെ മാത്രം മതിയേ. അപ്പോൾ ഏത് വഴിയെ ചെന്നാൽ എവിടെ എത്താമെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പ്ലേസ് നെയിം ഇവിടെ ആഡ് ചെയ്യണം. പ്ലേസ് നെയിം കൊടുത്ത് ഒരു ബ്ലാക്ക് ഡോട്ട് മതിയാകും പ്ലേസ് നെയിമിന്. സൈസ് ചെറുത് മതിയാകും. പിന്നെ ലേബിലൂടെ ഡിസ്പ്ലേ ചെയ്യണം. ബ്ലാക്ക് തന്നെ മതിയാകും. സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇവിടെ വന്നിട്ടുണ്ട്. സർവേ നമ്പറിന്റെ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിടണം, മതി.
അപ്പൊ ഇതാണ് എന്തോന്ന് ഡ്രെയിനേജ് ലൈൻ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ സ്റ്റോൺ ബൺസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അത് വേറൊരു കളറിൽ കൊടുക്കാം. ഇത് സ്റ്റോൺ ബൺസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാൻഡ് ആണ്. അതും നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് വേണം നിങ്ങളുടെ ഏരിയയിൽ ഉപയോഗിക്കാൻ. എല്ലാം ക്ലിപ്പ് ചെയ്ത് കുറെ ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഏരിയ എന്ന് പറയുമ്പോൾ വാട്ടർഷെഡ് ബൗണ്ടറി ഇട്ടേക്കാം. വാട്ടർഷെഡ് ബൗണ്ടറി അല്പം തിക്നെസ് കൂട്ടി കാണിക്കാം, അപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ വാട്ടർഷെഡ് ബൗണ്ടറി ഒരു ഫിൽ കളറുള്ള ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർഷെഡ് ബൗണ്ടറി അത് വേറൊരു കളർ ലൈറ്റ് ഷെയ്ഡ് കൊടുത്താൽ അതും ഭംഗിയാവും. ഒരു ലൈറ്റ് യെല്ലോ കൊടുക്കാം. അത് വേണ്ട, എന്തെന്നറിയാവോ, നമ്മൾ മറ്റത് പലതും പല കളറും കൊടുക്കുകയില്ലേ, അപ്പോൾ അത് വേണ്ട, അത് വൃത്തിയിടാം. നമുക്ക് ഔട്ടർ ബൗണ്ടറി ഇട്ട് തന്നെ ചെയ്യാം. ഇത് എന്താണ്, സ്റ്റോൺ ബൺസിന് സ്യൂട്ടബിൾ ലാൻഡ് ആണ്. അടുത്തെന്താണ്, സ്റ്റാഗേർഡ് ട്രെഞ്ചിന്, അത് നമ്മുടെ ഈ ഏരിയയിൽ വരുന്നില്ല, അപ്പോൾ സ്റ്റാഗേർഡ് ട്രെഞ്ച് ഇല്ല. പിന്നെ എർത്തൺ ബൺസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാൻഡ് ഇതാണ്. അത് വേറൊരു കളർ കൊടുക്കാം. അപ്പോൾ ഇത് ക്ലിപ്പ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് നോക്കുന്ന ആളിന് മനസ്സിലാക്കാൻ പറ്റും. എർത്തൺ ബൺസ് എടുക്കാനുള്ളത് ഏതൊക്കെ സർവേ നമ്പറിൽ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സർവേ നമ്പർ ഇതിൽ ക്ലിയർ അല്ലെങ്കിൽ ബോൾഡ് ആക്കി കൊടുത്താലും മതി. കഡസ്ട്രിയിൽ വേണമെങ്കിൽ നിങ്ങൾ മാപ്പ് നോക്കുമ്പോൾ ഭംഗിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അല്പം ബോൾഡാക്കി കൊടുക്കാം. അല്പമല്ല, ബോൾഡാക്കി കൊടുക്കാം. ഇപ്പോൾ സർവേ നമ്പർ നന്നായിട്ട് കാണാം. എവിടെയൊക്കെയാണ് നമ്മൾ എർത്തൺ ബൺസ്, സ്റ്റോൺ ബൺസ്, എർത്തൺ ബൺസും സ്റ്റോൺ ബൺസും സ്റ്റാഗേർഡ് ട്രെഞ്ചസും ഒക്കെ ആരബിൾ ലാൻഡ് ഇന്റർവെൻഷൻ ആണ്. ഡ്രെയിനേജ് ഇന്റർവെൻഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വേണേൽ 2 മാപ്പായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഒരു മാപ്പായിട്ട് തന്നെ കാണിക്കാം. ഒരു മാപ്പാണെങ്കിൽ, ഒരു മാപ്പ് ഡ്രെയിനേജ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞ ഒരു മാപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ലേ ഔട്ട് നമ്മളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അറിയാലോ, ഡ്യൂപ്ലിക്കേറ്റ് ലേ ഔട്ട് എടുത്ത് ഡ്രെയിനേജ് ഇന്റർവെൻഷൻ ഓക്കെ കൊടുത്തു. ഈ ഏരിയ ഒന്ന് സൂം ചെയ്ത് വെക്കണം. മൂവ് ചെയ്യാനുള്ള ആരോ ഇതാണ്. ഇവിടെ ഈ തേർഡ് ആരോ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കെയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഒരു 6000 ആണ്. 6000 മൂവ് ചെയ്ത് വെച്ച് നോക്കാം. ഫ്രെയിമാണ് മൂവ് ആയത്, തിരിച്ചതുപോലെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു അൺഡു കൊടുക്കുന്നു. ഇത് 4th ആരോ ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നു, കറക്റ്റിനകത്താക്കി വെക്കുന്നു. ഈ ഏരിയ ഒന്നും കാണൂല നിങ്ങൾ. അപ്പോൾ ഇതില് ഡ്രെയിനേജ് ലൈൻ ഇന്റർവെൻഷൻ ഒരു എന്തുകൂടെ വെക്കണം, നമുക്ക് ഈ ലേക്ക് വേണ്ട, ഡ്രെയിൻസ് വേണം. അത് ഫസ്റ്റ് ഓർഡർ സ്ട്രീം എന്നല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ ലെജൻഡിൽ തേർഡ് ആരോ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുന്നു, ലെജൻഡിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നു. പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട്. എന്ത് ആഡ് ചെയ്യണം, ഗാബിയോൺസ് അങ്ങനത്തെ ഇതില്ലേ, ബ്രഷൂട്ട് ചെക്ക് ഡാംസ്, ബ്രഷൂട്ട് ചെക്ക് ഡാം ആഡ് ചെയ്യണം, കഡസ്ട്രി ആഡ് ചെയ്യണം, ഡ്രെയിൻസ് ഉണ്ട്, ഗാബിയോൺസ്, ഗള്ളി പ്ലഗിൻസ്, പ്ലേസ് നെയിം, റോഡ്സ് 3 ആഡ് ചെയ്യണം.
അപ്പോൾ അത്രയും വന്നു. ഇനി ഇതിൽ നമുക്ക് വേണ്ടാത്തത് ലേക്ക് വേണ്ട, ഫസ്റ്റ് ഓർഡർ സ്ട്രീം എന്ന് കിടക്കുന്നത് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഡ്രെയിൻ ആണെന്ന് തോന്നുന്നു, ഈ ഡ്രെയിനും ഈ ലേക്കും കൺട്രോൾ പിടിച്ച് സെലക്ട് ചെയ്താൽ ഒന്നിച്ച് സെലക്ട് ആവും. പഞ്ചായത്ത് ബൗണ്ടറിയും വേണ്ട. ഇത്രയും വേണ്ട എങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഈ ഡിലീറ്റ് ബട്ടണിൽ കൊടുക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് കിട്ടിയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ എന്ന് കാണുന്നത് ഇതാണ്. ഫസ്റ്റിലുള്ളതായിരിക്കും, നോക്കാം. അതിനെയും കൂടെ റിമൂവ് ചെയ്തു. അപ്പോൾ ഇത്രയാണ്. ഇത് നമുക്കൊന്ന് ഓർഡറിൽ വയ്ക്കാം. പോയിന്റ് എല്ലാം ആദ്യം വയ്ക്കാം. അപ്പോൾ പോയിന്റ് ആദ്യം വരണമെങ്കിൽ ഗാബിയോൺസ് മുകളിലേക്ക് പോകണം. പിന്നെ ഗള്ളി പ്ലഗിൻ കൂടെ വേണം. ഗള്ളിയിൽ കൂടെ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ആക്കി വെക്കുക. പിന്നെ ഡ്രെയിനിനെ പ്ലേസിനെയും കൂടെ മുകളിലേക്ക് കൊണ്ടുപോകാം. കേടസ്റ്റി ഡ്രെയിൻസിനെയും മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഡ്രെയിൻ വയ്ക്കാം. റോഡ് കൂടെ വയ്ക്കാം മുകളിൽ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമുക്ക് വയ്ക്കാം. ഇതിനൊരു ഹെഡിങ് വേണമല്ലോ. അപ്പോൾ ഹെഡിങ്ങിന് ഇവിടെ ലെജൻഡ്, ഇവിടെ ഹെഡിങ് ഒക്കെ മാറ്റി കൊടുക്കുക. എന്താണ് ഇവിടെ കൊടുക്കാനുള്ളത്? ഡ്രെയിനേജ് ലൈൻ ഇന്റർവെൻഷൻസ് എന്ന് കൊടുക്കണം. കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വാട്ടർഷെഡിന്റെ പേര്, പിന്നെ സ്കെയില് 5000 എന്ന് വയ്ക്കണം. അതിനുശേഷം ഇവിടെ ഒന്നുകൂടെ സേവ് ചെയ്യണം. നമ്മൾ ഇതിനെ എക്സ്പോർട്ട് ആസ് ഇമേജ് കൊടുത്ത് സേവ് ചെയ്യുക. അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഡ്രെയിനേജ് ലൈൻ മാത്രമാണ്. ഇനി അരബിൾ ലാൻഡ് ഇന്റർവെൻഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഫുൾ വിൻഡോയിലേക്ക് പോയിട്ട് നമുക്കിവിടെ ഗള്ളി ഒന്നും ഇനിയിപ്പോൾ അവിടെ വേണ്ട, ബ്രഷ് വുഡ് വേണ്ട, ഡ്രെയിൻസും വേണ്ട. നമ്മൾ ഇനി സ്റ്റോൺ ബൺസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാൻഡും എർത്തൺ ബൺസിനുള്ളതും പിന്നെ സ്റ്റാഗേർഡ് ട്രെഞ്ചസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാൻഡ് മാത്രം ആഡ് ചെയ്തുകൊണ്ട് ഒരു മാപ്പ് കൂടെ സെറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുന്നു, അരബിൾ ലാൻഡ് ഇന്റർവെൻഷൻ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇവിടെ ലെജൻഡ് മാറിയിട്ടില്ല. ലെജൻഡ് ഇവിടെ വന്നിട്ട് ഒൺലി ഷോ ഐറ്റംസ് ഇൻസൈഡ് ലിങ്ക്ഡ് മാപ്പ് എന്ന് കൊടുക്കുമ്പോൾ എല്ലാം വന്നിട്ടില്ല. പ്ലേസ് നെയിം റോഡും കഡസ്ട്രിയും ഉണ്ട്. നമുക്കിനി ഈ 2 ഐറ്റം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ആഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് 2 എണ്ണം കൂടെ വേണം? സ്റ്റോൺ ബൺസും എർത്തൺ ബൺസും കൊടുക്കുക. ഓക്കെ, ഇവിടെ എർത്തൺ ബൺസ് 1 എന്ന് കാണുന്നു. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ 1 ഒന്ന് കളഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ ഹെഡിങ് ഒക്കെ അറിയാലോ. അരബിൾ ലാൻഡ് ഇന്റർവെൻഷൻ, നിങ്ങളുടെ വാട്ടർഷെഡിന്റെ കോഡ് കൊടുക്കുമ്പോൾ ഇത് ഇവിടെ സ്റ്റോൺ ബൺസ് എന്ന് കൊടുക്കരുത്. ഇത് സ്റ്റോൺ ബണ്ട് അല്ല. അത് പറയാൻ മറന്നു. ഇത് സ്റ്റോൺ ബണ്ട് അല്ലല്ലോ. ലാൻഡ് സ്യൂട്ടബിൾ ഫോർ സ്റ്റോൺ ബൺസ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ സ്റ്റോൺ എന്ത് കൊടുക്കാം? അത് മതി. ലാൻഡ് സ്യൂട്ടബിൾ ഫോർ സ്റ്റോൺ ബൺസ് എന്നും ലാൻഡ് സ്യൂട്ടബിൾ ഫോർ എർത്തൺ ബൺസ് എന്നും കൊടുക്കാം. അത് എത്ര മീറ്റർ എപ്പാർട്ട് പ്ലേസ് കൺസ്ട്രക്ട് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ സ്റ്റോൺ ബണ്ട് മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഡബിൾ ക്ലിക്ക് ചെയ്ത് ലാൻഡ് സ്യൂട്ടബിൾ ഫോർ സ്റ്റോൺ ബണ്ട്. അടുത്ത് എർത്തൺ ബൺസിലും അതുപോലെ തന്നെ ലാൻഡ് സ്യൂട്ടബിൾ ഫോർ, അവിടെ നിന്ന് കോപ്പി എടുത്തിരുന്നെങ്കിൽ ഇവിടെ വയ്ക്കായിരുന്നു. ലാൻഡ് സ്യൂട്ടബിൾ ഫോർ എർത്തൺ ബൺസ് കൊടുക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലാവും, നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഏതൊക്കെ സർവേ നമ്പറിൽ എവിടെയൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും.
അപ്പോൾ ഇത് ഹെഡിങ് ഒക്കെ ചേഞ്ച് ചെയ്ത് സ്കെയിൽ വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ, ഇതും സേവ് ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ഡീറ്റെയിൽസ് ഇമേജ് കൊടുക്കുന്നു. അങ്ങനെ ഈ മാപ്പും ചെയ്യുന്നു. ഇനി ലൈവ്ലിഹുഡ് ഇന്റർവെൻഷൻസ് നിങ്ങൾ തനിയെ ചെയ്യണം. ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി, ആൾക്കാരുടെ അവസ്ഥയൊക്കെ നിങ്ങൾ ഫീൽഡിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഏരിയ ലാൻഡിന്റെ അവസ്ഥയും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ലാൻഡ് അവിടുത്തെ സോഷ്യൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അനുസരിച്ച് നിങ്ങൾ അവിടെ ലൈവ്ലിഹുഡ് ഇന്റർവെൻഷൻസ് വേണമെങ്കിലല്ല, അതിന്റെ ഒരു മാപ്പ് കൂടെ ചെയ്താൽ, മാപ്പ് ചെയ്യാൻ പറ്റുന്ന ഇന്റർവെൻഷൻസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടിൽ അത് പറഞ്ഞുകൊണ്ട് ലൈവ്ലിഹുഡ് ഇന്റർവെൻഷൻസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയും.